അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇസ്രായേൽ സിറിയയിൽ നടത്തിയപ്പോൾ ഇസ്രായേലിന് ഇത്രയേറെ പ്രഹരം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് ഹൂത്തികളുടെ ആയിരുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി നഈം ഖസീം മുഴക്കിയിരിക്കുകയാണ്. അതായത് സിറിയയിലെ ബാഷർ അസാദിൻ്റെ പതനം ഗ്രൂപ്പിൻ്റെ പ്രധാന വിതരണ ലൈൻ വെട്ടിക്കുറച്ചെങ്കിലും ആയുധങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മറ്റു വഴികൾ കണ്ടെത്തണമെന്ന് ഹിസ്ബുള്ള നേതാവ് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടി തർപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു നീക്കും, ഈ ജെറുസലേമിനെ ഞങ്ങൾ തീയിട്ട് നീക്കും എന്നുള്ള രീതി. അതായത് ഞങ്ങൾ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിൽ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ഇടപെടാത്തത്, മിണ്ടാതിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇനിയും തുടരും. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ഇസ്രായേലിനെ തുടച്ചു നീക്കുന്നത് വരെ തന്നെ പോരാടുമെന്നാണ് പറയുന്നത്. പതിറ്റാണ്ടുകളായി വലിയ സുഹൃത്തുക്കളാണ് ഇറാനും ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇറാനും ഹിസ്ബുള്ളയ്ക്കും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സിറിയ. ഈ സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ ഈ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് ഇറാനും ഇപ്പോൾ തന്നെ ഹിസ്ബുള്ള നേതാവ് നഈം ഖസീം മുഴക്കിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അഭിലാഷങ്ങളാണെന്ന് താൻ കരുതുന്ന കാര്യത്തെക്കുറിച്ച് ഖസീം അഭിപ്രായപ്പെടുകയും ചെയ്തു. അതായത് ഗസയിൽ സ്ഥിരതാമസമാക്കാനും അതിൻ്റെ എല്ലാ കഴിവുകളോടും കൂടി അതിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ മറവോടെ ഈ ഒരു കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ, അതായത് വെസ്റ്റ് ബാങ്കുകൾ പിടിച്ചെടുക്കാനും ഇസ്രായേൽ ചിന്തിക്കുന്നു. എന്നാൽ അത് തൽക്കാലം ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കില്ല എന്നാണ് ഖസീം പറയുന്നത്. ഞങ്ങൾ കീഴടങ്ങുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നത് അസാധ്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലൊരു കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച ശബ്ദത്തോടെയാണ് ഹിസ്ബുള്ളയുടെ നേതാവ് പറയുന്നത്. ഇനി മാത്രമല്ല, ഈ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് കൊണ്ട് ഇത് സംഭവിക്കില്ല എന്നും പറയുന്നുണ്ട്. ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ലക്ഷ്യം നേടിയെടുക്കുന്നതിനാൽ പരാജയപ്പെട്ടതിലാണ് ഹിസ്ബുള്ള വിജയിച്ചത് എന്നും പറയുന്നുണ്ട്. ഇസ്രായേൽ നടത്തുന്ന എല്ലാ പ്രശ്നങ്ങളും അവർ ഡ്രോണുകൾ തൊടുത്തുവിട്ട് അല്ലെങ്കിൽ മരണത്തിൻ്റെ സംഖ്യ കൂട്ടിയെങ്കിലും ഒരിക്കലും ഞങ്ങളെ കീഴടക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചെടുക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള നേതാവ്. ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ആക്രമണമാണ് പ്രശ്നമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഇനി ഹിസ്ബുള്ളയെ നേരിടാൻ തങ്ങൾക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്ന് ശത്രു മനസ്സിലാക്കി അതുകൊണ്ടാണ് ലെബനിലെ ആക്രമണം അവസാനിപ്പിക്കാൻ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്ന് ഷെയ്ഖ് ഖസീം പറഞ്ഞത്. കരാർ നടപ്പാക്കാൻ സഹായിക്കാനും അതിന് തടസ്സമാകാതിരിക്കുവാനും ഇസ്രായേൽ നൂറുകണക്കിന് വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഹിസ്ബുള്ള ക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഹിസ്ബുള്ള ലംഘനങ്ങൾ നടത്തുന്നതും ക്ഷമയോടെ കാത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഹിസ്ബുള്ളയ്ക്ക് തിരിച്ച് ഒരു അടി കൊടുക്കാൻ വലിയ താമസമോ സമയമൊന്നും വേണ്ട. പക്ഷെ അവർ വളരെ തന്ത്രപൂർവ്വമാണ് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത്. ലെബനാനെതിരെയുള്ള ആക്രമണം ഞങ്ങൾ ചെറുത്തു. ഇനി പോരാളികളുടെ പ്രതിരോധ ശേഷിയും ജനപിന്തുണയും ഉപയോഗിച്ച് അതിർത്തിയിൽ ശത്രുവിനെ നിശ്ചലമാക്കുകയും ചെയ്തു. ചെറുത്തുനിൽപ്പ് പോരാളികൾ ഉറച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ബെറൂട്ടിലെത്തി സെറ്റിൽമെൻറ്റ് വിപുലീകരണം ഉൾപ്പെടെയുള്ള തുറന്നുള്ള പദ്ധതികൾ ആരംഭിക്കുമായിരുന്നു എന്നും ഹിസ്ബുള്ള നേതാവ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ മുഴുവൻ വിപുലീകരണ പദ്ധതികൾക്കെതിരായിട്ടുള്ള ഏത് പ്രതിരോധവും നശിപ്പിക്കാൻ ഇസ്രായേലി ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് വെറും സ്വപ്നവും അല്ലെങ്കിൽ മോഹം മാത്രമാണെന്നാണ് ഈ ഹിസ്ബുള്ള നേതാവ് പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭീഷണി സ്വരത്തോടെ നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല. നിങ്ങൾക്ക് മരണസംഖ്യ വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ട ഹിസ്ബുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയെ നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് കൊണ്ടുവന്ന് പിടിച്ചടക്കാം എന്നുള്ളൊരു വ്യാമോഹം നിങ്ങൾ ഒരിക്കലും നോക്കണ്ട എന്നുള്ള കാര്യം തന്നെയാണ്. അസദ് സർക്കാരിൻ്റെ പതനത്തോടെ സിറിയ വഴിയുള്ള സൈനിക സഹായത്തിനുള്ള വഴി ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകൾ വലിയ രീതിയിലായിരുന്നു ഇസ്രായേൽ ആഘോഷത്തോടെ കണ്ടിരുന്നത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് അത് ശരിവെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള നേതാവ് രംഗത്തെത്തുന്നത്. രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ആ ഒരു കാര്യം പറഞ്ഞിരുന്നത്. ഇസ്രായേലിന്റെ കയ്യേറ്റത്തെ HDS തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയും അപലപിച്ചു രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഇടപെടൽ അതിര് കടന്നുവെന്നും ഇത് രാജ്യത്തിന് ഭീഷണിയാകുമെന്നും ജുലാനി പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇസ്രായേലുമായിട്ടൊരു സംഘർഷത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് നാശത്തിലേക്ക് നയിക്കുമെന്നും ഇപ്പോഴത്തെ ശ്രദ്ധ യുദ്ധങ്ങളാൽ ശിഥിലമായിട്ടുള്ള സിറിയയുടെ പുനർനിർമ്മാണങ്ങളെ ആണ് എന്നും ജുലാനി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അമേരിക്കയോടോ ഇസ്രായേലിനോടോ ഒരു ഏറ്റുമുട്ടലിന് താൻ ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് ജുലാനി. ഇത് പറയുമ്പോഴും തന്ത്രങ്ങൾ അവിടെ മെനയുന്നത്
ചെയ്യുന്നത് ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ തന്നെയാണ്. ഇനി ഈ ഹിസ്ബുള്ളയും ഇറാനും മാത്രമല്ല റഷ്യയും വരുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെ ഈ തുർക്കിയും വരുന്നുണ്ട്. തുർക്കിയും പറഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങൾ സിറിയയിലെ ഇതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളും അത് കണ്ടു നിൽക്കില്ല. സൗദിയും തുർക്കിയും കൂടി ഒരേപോലെ തന്നെയാണ് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നതും.